ഹലോ, അപ്പോൾ നമുക്ക് ജോഗ്രഫിയുടെ അടുത്ത ചാപ്റ്റർ നോക്കാം. ഐ തിങ്ക് നമ്മൾ 6ാം ക്ലാസ്സിലെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ 7ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ എന്താ, നമ്മുടെ ഭൂമി. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മുടെ ഭൂമി ഒരു സെൽഫ് ഇൻട്രോ കൊടുക്കുന്നതാണ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുപൊള്ളുന്നൊരു ഗോളമായിരുന്നു ഞാൻ. പിന്നീട് നിരന്തരം പെയ്ത മഴയിലാണ് ഞാൻ തണുത്തത്. പിന്നെയും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ജീവജാലങ്ങൾ എന്നിലുണ്ടായത്. സൗരയൂഥഗ്രഹങ്ങളിൽ എന്നിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത് എന്നറിയാമല്ലോ. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടതെല്ലാം എന്നിലുണ്ട്. ശ്വസിക്കാൻ വേണ്ട വായു, കുടിക്കാൻ മറ്റും ആവശ്യമുള്ള ജലം, സസ്യങ്ങൾക്ക് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മണ്ണ്, ഇവയെല്ലാം. അപ്പോൾ നമ്മുടെ ഭൂമി ഉണ്ടോ തന്നു. അപ്പോൾ നമുക്കിനി ഉള്ളറയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. എന്താ, ഭൂമിയുടെ ഉപരിതലത്തിലെ ചൂടിനെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. ഭയങ്കര അതികഠിനമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മുടെ വെള്ളം തിളയ്ക്കുക. അപ്പോൾ അതിന് എത്രയോ ഇരട്ടി ചൂടായിരിക്കും 5500 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ സങ്കല്പിച്ച് നോക്കൂ. ഇനി ഗനികൾ എന്ന് നമുക്കറിയാം. ആ ഗനികളിൽ ഏറ്റവും ആഴമുള്ള ഗനി 12 കിലോമീറ്ററാണ്. അപ്പോൾ ഏകദേശം ഈ 12 കിലോമീറ്ററോളമാണ് നമ്മൾ ഇതുവരെ കുഴിച്ച് ചെന്നിട്ടുള്ളത്. അത്രയും തന്നെ ചെന്നിട്ടുള്ളത് യന്ത്രങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും സഹായത്താലാണ്. ടോട്ടൽ ഒരു 6371 കിലോമീറ്ററാണ് നമ്മുടെ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുക? അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേർന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന്, ഗനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന്, ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്ന്, അതായത് അഗ്നിപർവ്വതം അതിൽ നിന്നുണ്ടാകുന്ന സ്ഫോടന വസ്തുക്കൾ പരിശോധിക്കും. പിന്നെ ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരം, നമ്മളിപ്പോൾ പറഞ്ഞ 12 കിലോമീറ്ററൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ. പിന്നെ ഭൂകമ്പ സമയത്ത് ആ തരംഗങ്ങളുടെ ആ ഒരു എന്താ പറയുക, അളവ് വെച്ചിട്ട് നമ്മൾ ആ ചലനമൊക്കെ വെച്ചിട്ട് നമ്മൾ വിശകലനം ചെയ്യും. അപ്പോൾ നമുക്ക് ഭൂമിയുടെ ആ ഒരു ഘടന നോക്കാം. ഇതാണ് ആ ഘടന. ആ പടം നോക്കൂ. ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഇങ്ങനെ നമ്മുടെ ഭൂമിയുടെ ആ ഒരു ഇതനുസരിച്ചിട്ട് വിവിധ പാളികളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പുറമേയുള്ള പാളിയാണ് നമ്മുടെ ക്രസ്റ്റ്. ഓക്കെ. അപ്പോൾ അതെ, ഭൂവൽക്കം അഥവാ ക്രസ്റ്റ്, ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ളതും താരതമ്യേന നേർത്തതുമായിട്ടുള്ള പാളിയാണ് ഈ ഭൂവൽക്കം. ഖരരൂപത്തിൽ ഉള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി. അപ്പോൾ പാറകളായിരിക്കും ഇവിടെ കൂടുതൽ. അതും നല്ല നേർത്ത പാളിയാണ്. ഇനി ഇതിനെ വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുക. അതായത് ഒരു 30 കിലോമീറ്ററോളം വരും. ഇതിൽ തന്നെ പർവ്വത പ്രദേശങ്ങളിലേക്ക് കിടക്കുമ്പോഴേക്കും ഒരു 70 കിലോമീറ്ററോളമൊക്കെ കനമുണ്ടാവും. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ഒരു 5 കിലോമീറ്ററൊക്കെ കനം ഉണ്ടാവുള്ളൂ. അപ്പോൾ 30 കിലോമീറ്ററോളം ശരാശരി കനം വൻകരയ്ക്കുണ്ടാവും. പർവ്വത പ്രദേശമാണെങ്കിൽ അത് 70 കിലോമീറ്റർ ആയിരിക്കും. അത് സമുദ്ര ഭൂവൽക്കമാണെങ്കിൽ ഒരു 5 കിലോമീറ്റർ കനമുണ്ടാവും. അപ്പോൾ ഇനി അടുത്തത് മാൻഡിൽ. അതിനും താഴ്മയുള്ള ആ ഒരു പാർട്ടാണ് മാൻഡിൽ എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗം. കനം ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്ത് നമുക്ക് ശിലാമണ്ഡലം എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ ഭൂവൽക്കം. അതുകൂടാതെ ഈ മാൻഡിലിൻ്റെ ഒരു എന്താ പറയുക, മുകളിലത്തെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിനും കൂടി ചേർത്ത്, ഇതിനെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം എന്ന് പറയും. ഈ ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് ശിലാപദാർത്ഥങ്ങൾ ഉരുകിയിട്ട് ഒരു അർദ്ധദ്രവാവസ്ഥയിൽ, അതായത് സെമി സോളിഡ് ആയിട്ടുള്ള അവസ്ഥയിലുള്ളൊരു ഭാഗമാണ് അസ്തനോസ്ഫിയർ. ഇതിന് താഴെ, അസ്തനോസ്ഫിയറിന് താഴെയുള്ള മാൻഡിലിൻ്റെ ബാക്കി പാർട്ടൊക്കെ ഖരാവസ്ഥയിലാണ്. അപ്പോൾ നമ്മുടെ ശിലാമണ്ഡലം എന്ന് പറയുന്നത് മാൻഡിലിൻ്റെ ഉപരിഭാഗവും പിന്നെ ഭൂവൽക്കവും ചേർന്ന്. ഈ ശിലാമണ്ഡലത്തിന് താഴെയായിട്ടുള്ള അർദ്ധ ദ്രാവകാവസ്ഥയിലുള്ള ഒരു സംഭവമാണ് നമ്മുടെ അസ്തനോസ്ഫിയർ. അതിലും താഴെയുള്ളതാണ് ഖരാവസ്ഥയിലാണ് മാൻഡിൽ കാണപ്പെടുന്നത്. 2900 കിലോമീറ്ററാണ് ടോട്ടൽ ഇത് വ്യാപിച്ച് കിടക്കുന്നത്. ഇനി അടുത്തത് കാമ്പ് അഥവാ കോർ, അതായത് ഏറ്റവും ഇന്നർ പാർട്ടാണ് മാൻഡിലിൻ്റെ താഴെയുള്ള ഭാഗം. അതിനെ പുറക്കാമ്പ്, അകക്കാമ്പ് എന്നിങ്ങനെ നമ്മൾ 2ആയിട്ട് തിരിക്കാം. പുറക്കാമ്പ് ദ്രവാവസ്ഥയിലാണ്. അപ്പോൾ
ഒരേ ഒരു പാർട്ട് നമുക്ക് ദ്രവാവസ്ഥ എന്ന് പറയാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ഈ പുറക്കാമ്പാണ്. അകക്കാമ്പ് ഖരാവസ്ഥയിലാണ്. ഇതിൽ മെയിനായിട്ട് നിക്കൽ, ഇരുമ്പ് എന്നീ ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് ഇതിന് നിഫെ എന്നൊരു പേരും കൂടിയുണ്ട്. ചൂട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി നമുക്ക് അടുത്തത് ഭൂമിയുടെ അന്തരീക്ഷം നോക്കാം. ഉത്ഭവ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്നു ഭൂമി. കോടാനുകോടി വർഷങ്ങൾക്ക് കൊണ്ട് ഇത് സാവധാനം തണുത്തു. ഇങ്ങനെ പല പല പ്രക്രിയ കൊണ്ട് നമ്മുടെ ഭൂമിയിൽ വാതങ്ങളൊക്കെ പുറത്തേക്ക് വന്നു. ഇങ്ങനെ ഉണ്ടായ ഈ വാതങ്ങൾ ഒരു ആവരണം പോലെ ഭൂമിക്ക് ചുറ്റും കിടക്കുന്നുണ്ട്. ഈ ഒരു വാതക പുതപ്പിനെയാണ് നമ്മൾ അന്തരീക്ഷം എന്ന് പറയുന്നത്. ഈ സസ്യങ്ങൾ ഉണ്ടായതോടുകൂടി ഓക്സിജൻ ഉണ്ടാവാൻ തുടങ്ങി. പിന്നെ ഇത് കൂടാതെ നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെ ഒട്ടനേകം വാതകങ്ങൾ നമ്മുടെ ഈ അന്തരീക്ഷത്തിലുണ്ട്. കൂടാതെ പൊടിപടലങ്ങളും ജലാംശവും ഒക്കെ നമ്മുടെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നു. ഇനി ഇതിൽ അന്തരീക്ഷ സംരചന അഥവാ കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ. നമ്മുടെ അന്തരീക്ഷവായുയുടെ 97% ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് നിൽക്കുന്നത്. ഈ ഉയരം കഴിയും തോറും വാതകങ്ങളുടെ ആ ഒരു അളവ് കുറഞ്ഞു വരും. അപ്പോൾ ഈ ഒരു അളവ് എന്താണെന്ന്, അതിൻ്റെ ഒരു എത്ര അളവ് ഈ വാതകമുണ്ട്, എത്ര അളവ് ആ വാതകമുണ്ട് എന്ന് തരംതിരിച്ച് എഴുതുന്ന ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ അന്തരീക്ഷ സംരചന എന്ന് പറയുക. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജനാണ്, 78%. അത് കഴിഞ്ഞിട്ട് 21% ഓക്സിജനാണുള്ളത്. ഒരു UPSC ക്വസ്റ്റ്യൻ മുമ്പ് ഉണ്ടായിരുന്നു. അതിലൊരു സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ കണ്ടതാണ്, നമ്മുടെ ഓക്സിജൻ ടോട്ടൽ വായുവിൻ്റെ ഇതിൽ നിന്നും 1/4 ഭാഗത്തോളം ഓക്സിജനാണ് എന്നുള്ളത്. അപ്പോൾ അതല്ലല്ലോ, 21% അല്ലേ? അപ്പോൾ 1/4% അല്ല എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. അപ്പം ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ അതൊന്ന് കണക്ട് ചെയ്തേ ഉള്ളൂ. അപ്പം 78% നൈട്രജനും 21% ഓക്സിജനും നമ്മുടെ ഇതിലുണ്ട്. ബാക്കി വരുന്ന പാർട്ടിലാണ് നമ്മുടെ ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ, ഹൈഡ്രജൻ ഒക്കെ വരുന്നത്. ഒരു 0.04% നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളൂ. അത് ഇതിൽ കൊടുത്തിട്ടില്ല, ഞാൻ ഇതിൽ കണക്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിൽ ഇനി അടുത്ത പഠിക്കാനുള്ളത് സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്ന് ജലം നീരാവിയായിട്ട് അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. ഈ ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രമേ നമ്മുടെ ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യമുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ 29 കിലോമീറ്ററോളം വാതക സാന്നിധ്യം ഉണ്ട്. അതായത് നല്ല അന്തരീക്ഷ സംരചന പാലിക്കുന്ന ഒരു വാതക സാന്നിധ്യമുണ്ട്. അത് കഴിഞ്ഞ വാതകങ്ങളുടെ അളവ് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ നമ്മുടെ ജലബാഷ്പത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 90 കിലോമീറ്റർ വരെ ജലബാഷ്പമുണ്ട്. അത് നീരാവിയായി പോകുന്ന ആ പ്രക്രിയ ബാഷ്പീകരണം. ഇനി വാതകങ്ങൾ, ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമെ പൊടിപടലങ്ങളുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു അന്തരീക്ഷത്തിൽ. അപ്പോൾ ഈ പൊടിപടലങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവ, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം, ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന പൊടിപടലങ്ങളൊക്കെ ഈ നീരാവിയുമായിട്ട് ചേർന്ന് ഘനീഭവിച്ചുണ്ടാകുന്ന ഒരു രൂപമാണ് നമ്മുടെ മേഘം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അന്തരീക്ഷത്തിൽ നേരത്തെ പൊടിപടലങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? ഘനീകരണ മർമ്മങ്ങൾ അഥവാ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ എന്ന് വിളിക്കും. ഒന്നുകൂടി പറയാം, ഈ പൊടികൾ നമ്മുടെ നീരാവിയായിട്ട് ഘനീഭവിച്ചിട്ട് മേഘങ്ങൾ രൂപപ്പെടുന്നു. ഇത് ഇങ്ങനെ ഉണ്ടാവാൻ സഹായിക്കുന്ന നേരത്തെ പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ അഥവാ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ അന്തരീക്ഷ വായു എന്തിനാണ്? നമുക്ക് ശ്വസിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വായുവിൽ ഓരോ കണ്ടൻറ്റ് നമുക്ക് ആവശ്യമുണ്ട്. ജലാംശം നമ്മൾ പറയും ബാഷ്പീകരണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ നമ്മൾ എന്താ പറഞ്ഞത്? മേഘങ്ങൾ ഉണ്ടാക്കാൻ. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും അന്തരീക്ഷമുള്ളത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് പറയാം. ഇപ്പം ഇതിൽ അന്തരീക്ഷം എങ്ങനെയൊക്കെ മലിനീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അടുത്തത്. മലിനീകരിക്കപ്പെടുന്നതനുസരിച്ചിട്ട് അന്തരീക്ഷത്തിൻ്റെ ആ ഒരു സംരചനയ്ക്ക് വ്യത്യാസം ഉണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞ സംരചന നൈട്രജൻ്റെ, ഓക്സിജൻ്റെ ഒക്കെ ആ ഒരു പഠിച്ചില്ലേ പൈ ഡയഗ്രാം, ആ സംഭവം ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കുന്ന രാസപദാർത്ഥങ്ങൾ വായുവിൽ കലർന്ന ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുക. ഇപ്പോൾ ഫാക്ടറിയിൽ നിന്നുള്ള പുക, വാഹനങ്ങളുടെ പുക, പ്ലാസ്റ്റിക് കത്തിക്കുന്നത്, പിന്നെ
കൃഷിക്ക് ആവശ്യമായിട്ട് നമ്മൾ വന നശീകരണം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്, പടക്കം പൊട്ടിക്കുന്നത്, അഗ്നിപർവ്വത സ്ഫോടനം, ഇതൊക്കെ അന്തരീക്ഷ മലിനീകരണം എന്നൊക്കെ പറയാം. ഇനി അമ്ലമഴ. കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് എന്നിവയൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിലെത്തുന്നു. ഇത് മഴവെള്ളത്തോടൊപ്പം ചേർന്ന് വെള്ളത്തിന് ഒരു ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലെത്തുന്നു. ഈ മഴവെള്ളത്തിൻ്റെ pH മൂല്യം, അതായത് ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7 ഇതിൽ താഴെ, അതായത് ഒരു 5 കുറവായിട്ട് പെയ്യുന്ന മഴയിനൊക്കെ നമ്മൾ അമ്ലമഴയായിട്ട് കണക്കാക്കും. ഇതെന്തൊക്കെയാണ്? കൽക്കരി, പെട്രോൾ ഇന്ധനങ്ങൾ, ഡീസൽ ഇതൊക്കെ കത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് ഈ വാതകങ്ങളിൽ നിന്നൊക്കെയാണ് ഈ അമ്ലമഴ ഉണ്ടാവുക. ഇനി അടുത്ത ഒരു നെഗറ്റീവ് സംഭവമാണ് നമ്മുടെ പുകമഞ്ഞ് അഥവാ സ്മോഗ്. പുകയും മൂടൽമഞ്ഞും ചേർന്നാണ് പുകമഞ്ഞ് രൂപപ്പെടുക. വ്യവസായശാലകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയുന്നു. ഇവ മഞ്ഞുമായിട്ട് ചേർന്ന് പുകമഞ്ഞ് രൂപപ്പെടുന്നു. അതായത് പുക, നമുക്ക് ശല്യം ഉണ്ടാക്കുന്ന പുകകളൊക്കെ നമ്മുടെ എന്താ പറയുക, ഫോഗ് അഥവാ മൂടൽമഞ്ഞുമായിട്ട് ചേർന്നിട്ട് ഒരു സംഭവം ഉണ്ടാക്കും. ആ സംഭവത്തിൻ്റെ പേരാണ് പുകമഞ്ഞ് അഥവാ സ്മോഗ്. ഇത് ശ്വസിക്കുന്നത് വഴി പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണമുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ഇതിനെ എന്താ പറയുക, ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചോദിച്ചാൽ ധാരാളം സസ്യങ്ങൾ നടാം, സോളാർ യൂസ് ചെയ്യാം, പബ്ലിക് വാഹനങ്ങൾ യൂസ് ചെയ്യാം, സൈക്കിളൊക്കെ യൂസ് ചെയ്യാം. ഇനി അടുത്തത് അന്തരീക്ഷത്തിൻ്റെ ഘടന. അത് എക്സോസ്ഫിയർ, തെർമോസ്ഫിയർ, മീസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ. ഓക്കെ, അപ്പോൾ ഈ പാളികൾ നമ്മുടെ അന്തരീക്ഷത്തിലുള്ളതാണ് നമുക്കറിയാം. എന്നാൽ അതെന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ആദ്യത്തെ ട്രോപ്പോസ്ഫിയർ, അന്തരീക്ഷത്തിന് ഏറ്റവും താഴെയുള്ള പാളിയാണിത്. ഇതിന് ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം വരും. അപ്പോൾ 13 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ആ ഒരു സംഭവത്തിനാണ് നമ്മൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറയാം. ഏറ്റവും താഴത്തെ പാളിയാണ്. ധ്രുവപ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്ററും ഭൂമധ്യപ്രദേശം ഏകദേശം 18 കിലോമീറ്ററും ഉയരമുള്ളതാണ്. രേഖാപ്രദേശത്ത് ചൂട് കൂടുതലായതിനാൽ ആണ് ഈ നമ്മുടെ എന്താ പറയുക, ആ ഒരു അന്തരീക്ഷത്തിൻ്റെ ആ ഒരു പാളി ട്രോപ്പോസ്ഫിയർ ഇത്രയും കൂടി ഹൈറ്റിൽ കാണപ്പെടുന്നത്. അപ്പോൾ ആവറേജ് ചോദിച്ചാൽ 13 കിലോമീറ്റർ, ധ്രുവപ്രദേശത്ത് ചോദിച്ചാൽ 8 കിലോമീറ്റർ, ഭൂമധ്യപ്രദേശത്ത് ചോദിച്ചാൽ 18 കിലോമീറ്റർ. എന്തുകൊണ്ടാണ് രേഖാപ്രദേശത്ത് ചൂട് കൂടുതലെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് അതിൽ ഉയരം കൂടുതലെന്ന് ചോദിച്ചാൽ അത് ചൂട് കൂടുതലായതുകൊണ്ടാണെന്നും കൂടി ഓർക്കാം. ഇനി ഇവിടുത്തെ മെയിൻ കാര്യം, അതായത് ഇതൊരു പ്രധാന പാളി എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. കാരണം എന്തുവാ? പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പാളിയാണ്. കൂടാതെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളൊക്കെ സംഭവിക്കുന്നതും ഈ ട്രോപ്പോസ്ഫിയറിലാണ്. ഇനി ഇതിൽ മെയിനായിട്ട് നോക്കാനുള്ളൊരു കാര്യം, ട്രോപ്പോസ്ഫിയറിൻ്റെ ഒരു പ്രത്യേക സവിശേഷത നമ്മുടെ ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു എന്നതാണ്. 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് തോതിൽ അന്തരീക്ഷ താപനില കുറയും. അതിനെയാണ് നമ്മൾ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുക, അഥവാ ക്രമമായ താപനഷ്ട നിരക്ക്. അപ്പോൾ ഈ ക്രമമായ താപനഷ്ട നിരക്ക് എന്താണെന്ന് ചോദിച്ചാൽ 165 മീറ്റർ ഉയരത്തിൽ ഓരോ 165 മീറ്റർ ഉയരത്തുമ്പോഴും 1 ഡിഗ്രി സെൽഷ്യസ് കുറയും. ഇത് എവിടെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ ട്രോപ്പോസ്ഫിയറിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ ആവറേജ് 13 കിലോമീറ്റർ. അത് ധ്രുവപ്രദേശത്ത് 8, ഭൂമധ്യപ്രദേശത്ത് 18. ഇത്രയും നമ്മൾ ഓർക്കുക. അടുത്ത പാളിയിലേക്ക് പോവാം. സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ട് താഴെയുള്ള ഒരു അന്തരീക്ഷ പാളിയാണ് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയർ. ഇത് ശരാശരി 50 കിലോമീറ്റർ വരെ ഉയരം. അതായത് നമ്മുടെ ഈ ട്രോപ്പോസ്ഫിയർ ഏകദേശം 13 കിലോമീറ്റർ, അതായത് 18 കിലോമീറ്റർ മാക്സിമം ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഈ 18 മുതൽ 50 കിലോമീറ്റർ വരെ കിടക്കുന്ന ആ ഒരു സംഭവത്തിന് നമുക്ക് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയാം. ഈ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരും. അപ്പം ട്രോപ്പോസ്ഫിയറിൽ കുറയും, ഇതിൽ കൂടും. അത് ഓർക്കാം. ഇനി സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ പാളിയുണ്ട്. അടുത്ത പോയിൻ്റ്, ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ അകത്ത് നമ്മുടെ 50 കിലോമീറ്റർ വരെയാണ് മാക്സിമം.
ഒരു 25 കിലോമീറ്റർ ഉയരത്തിലേക്ക് നമുക്ക് എന്ത് പറയാം, ഓസോൺ പാളി, അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴെയുള്ള പാർട്ടിലേക്ക് നമുക്ക് ഓസോൺ പാളി കാണാം. അപ്പോൾ ഈ ഓസോൺ പാളിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ടല്ലോ, അത് നമുക്ക് നോക്കാം. ആദ്യം ഇത് നമ്മളെ അൾട്രാ വയലറ്റ് രശ്മി എന്ന ഹാനികരമായിട്ടുള്ള ഒരു രശ്മികളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഓസോൺ വാതകം. അപ്പോൾ അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ. ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ. ഇതൊക്കെ അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കാവുന്ന ദോഷങ്ങളാണ്. അപ്പം ഇതിനെ എന്താ പറയുക, തരണം ചെയ്ത് നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ UV റേസിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോൺ പാളി. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രാറ്റോസ്ഫിയറിന് ഇത്തിരി ടെമ്പറേച്ചർ കൂടുതലായിരിക്കും എന്ന് ഓർക്കുക. അപ്പോൾ ഓസോൺ ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായിട്ട് ആചരിച്ചു വരുന്നു. ഓസോൺ സംരക്ഷണത്തിൻ്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക, ഓസോൺ ശോഷണത്തിന് കാരണമായേക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ നിയന്ത്രിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു സെപ്റ്റംബർ 16 ഓസോൺ ദിനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. ഇനി അടുത്തത് മീസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയറിൻ്റെ മുകളിലുള്ള പാളി. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ എവിടം വരെയാണ് നമ്മൾ പറഞ്ഞു, 50 കിലോമീറ്റർ വരെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 50 മുതൽ 80 വരെ വരുന്നതിന് നമുക്ക് മീസോസ്ഫിയർ എന്ന് പറയാം. ഈ പാളിയിലും ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസമുണ്ട്, നമ്മൾ ട്രോപ്പോസ്ഫിയറിൽ പറഞ്ഞ പോലെ. അപ്പോൾ ഈ ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലേക്ക് എത്തുമ്പോഴേക്കും താപനില -celsius വരെ, അതൊരു 100 ഡിഗ്രി സെൽഷ്യസ് വരെ ഇത് കുറയും. ഒരു -90, 100 ആ ഒരു ഇതിലേക്ക് കുറയും. അപ്പോൾ ഇങ്ങനെ ഏറ്റവും കുറഞ്ഞ താപനില കാണപ്പെടുന്ന പാളി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മീസോസ്ഫിയറാണ്. ഇനി ബഹിരാകാശത്ത് നിന്ന് എത്തുന്ന അതിചൂടോടുകൂടി തീഗോളം പോലെ വരുന്ന നമ്മുടെ ഉൽക്കകളില്ലേ, ഈ ഉൽക്കകൾ ഈ ഒരു ലോ ടെമ്പറേച്ചർ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും, തണുക്കും. അങ്ങനെ കത്തിച്ചാരമാകുന്നത് ഏതിലാണ്, മീസോസ്ഫിയറിലാണ്. ഇനി അടുത്തത് തെർമോസ്ഫിയർ, മീസോസ്ഫിയറിന് മുകളിലുള്ളത് 80 മുതൽ 400 കിലോമീറ്റർ വരെ. അപ്പോൾ 50 മുതൽ 80 വരെ മീസോസ്ഫിയർ പറഞ്ഞു. ഈ 80 മുതൽ 400 വരെയുള്ളതാണ് നമ്മുടെ തെർമോസ്ഫിയർ. അപ്പോൾ തെർമോസ്ഫിയർ ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്ന ഒരു പാളിയാണ്. ഇതിൻ്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്ത് നമ്മൾ അയണോസ്ഫിയർ എന്ന് പറയും. അപ്പോൾ ഈ അയണോസ്ഫിയർ എന്താണെന്ന് നോക്കാം. ഈ 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ നമ്മുടെ അൾട്രാ വയലറ്റ് എക്സ്റേ, ഇതിൻ്റെയൊക്കെ തീവ്ര സൂര്യരശ്മികൾ നന്നായിട്ട് ഉണ്ടാവും. അത് സൂര്യനോട് അടുത്തുള്ള പാർട്ടാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മുടെ വാതക തന്മാത്രകൾ കുറച്ചൊക്കെ ഉണ്ടാവും. കൂടുതൽ നമ്മൾ പറഞ്ഞു, വാതകങ്ങൾ മുകളിലോട്ട് പോകുന്നതോറും ഹൈഡ്രജൻ, അതേപോലെ ഹീലിയം, ഇതുപോലുള്ള വായു തന്മാത്രകളാണ് കൂടുതൽ അവിടെ കാണാം. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്താവും, അയോണുകളായിട്ട് മാറും. ആ പ്രക്രിയനെ അയോണീകരണം എന്ന് പറയും. അപ്പം ഇങ്ങനെ ഈ അയോണുകൾക്ക് വൈദ്യുതി കടത്തിവിടാനുള്ള ഒരു ശക്തിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണത്തിന് ഈ ഒരു മേഖല ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അയോണോസ്ഫിയർ റേഡിയോ തരംഗങ്ങളുടെ പ്രക്ഷേപണം എന്നുള്ളത് കണക്റ്റാക്കി വെക്കാം. ഇനി അടുത്തതാണ് നമ്മുടെ എക്സോസ്ഫിയർ, അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണ് എക്സോസ്ഫിയർ. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് അന്തരീക്ഷത്തിൻ്റെ ഭാഗമായി മാറുന്നു. അതായത് നമ്മുടെ ഈ അയോണോസ്ഫിയർ അതുപോലെ തെർമോസ്ഫിയറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈ അന്തരീക്ഷത്തിന് വലിയ റോളൊക്കെ തീർന്ന ആ ഒരു പാർട്ട്, ഒരു 400 കിലോമീറ്ററിന് മുകളിലേക്കുള്ള ആ ഒരു പാർട്ട് നമുക്ക് എക്സോസ്ഫിയർ എന്ന് പറയാം. ഈ ഒരു പാർട്ട്, അതായത് അന്തരീക്ഷത്തിലെ അവസാന വായു കണ്ടൻറ്റും കൂടിയുള്ള ആ ഒരു പാർട്ടാണ് നമ്മുടെ എക്സോസ്ഫിയർ എന്ന് പറയാം. ഇത് ലാസ്റ്റ് നമ്മുടെ ബഹിരാകാശത്തുമായിട്ട് ലയിച്ച് ചേരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ആ ചാപ്റ്റർ എല്ലാവരും ഒന്ന് നോക്കാം. നല്ലൊരു ചാപ്റ്ററായിരുന്നു, 7ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. അപ്പോൾ താങ്ക് യു.